സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മോഡി മൂന്നാം തവണയും വരും, 400 സീറ്റ് കിട്ടും എന്നുള്ള പ്രചരണം നടത്തുന്നത് ഭയത്തിൽ നിന്നാണ്. 19 വർഷം മുമ്പ് ഞാൻ ഇരുന്ന പോസ്റ്റാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും സാരമില്ല. നാളെ എനിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടിയില്ലായിരുന്നു. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. BJPയിലേക്ക് ഒരിക്കലും പോവില്ല. ഒരിക്കലുമില്ല. എല്ലാവരും പോയാലും ഞാനുണ്ടാവില്ല. സുധാകരൻ ഇവിടെ ഇല്ലെങ്കിൽ സുധാകരനോട് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. സതീശനും MMSN താൽക്കാലിക ചുമതലയാണ്. ഞങ്ങൾ മൂന്നും കൂടെ ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യും. പിന്നെ ഞാൻ KPCC പ്രസിഡൻ്റ് ആയപ്പോഴാണ് ഈ 4 MLA-മാരെ മത്സരിപ്പിച്ചത്. വാസ്തവത്തിൽ അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴും. 52 പുതുമുഖങ്ങളെ നിർത്തി. അപ്പോൾ പുതുമുഖങ്ങളെ നിർത്തുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇപ്പോൾ 2 തരത്തിൽ ആളുകൾ പോകുന്നത്. ഒന്ന് അധികാരമോഹം, 2 ED CBIയുടെ പേടി. ഒരു കൂട്ടായ്മ കേരളത്തിലെ കോൺഗ്രസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ, കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ജനങ്ങൾ മടുത്തു. നിതീഷിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ട്, പുള്ളി ഇന്നലെ പ്രസംഗിച്ചത് 4000 സീറ്റ് കിട്ടുമെന്നാണ് പ്രസംഗിച്ചത്. പുള്ളിക്ക് പറഞ്ഞതിൽ ഓർമ്മ പോലും ഇല്ലെന്നാണ് ആൾ പറയുന്നത്. അനിൽ പോയതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ട് അനിലിൻ്റെ നിഴൽ പോലും അനിലിനോടൊപ്പം പോയില്ല. അവൻ്റെ എതിരാളി പത്രം വായിച്ചിട്ട് അവനെ പരിഹസിക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കലും. രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും അദ്ദേഹം വിമർശിക്കുന്നു. മോഡിയെപ്പറ്റി ഒരു അക്ഷരം പറയുന്നില്ല. രണ്ടുപേരും ഒന്നാണ്. മോഡിയും പിണറായിയും ഒന്നാണ്. പ്രചരണത്തിന് 5 പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ്. നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും മണമില്ലാത്ത. പിരിവൊന്നും ആരും തരുന്നില്ലേ കാര്യമായിട്ട്? അല്ല, ഇവിടെ എന്തായാലും നമ്മൾ പിരിക്കുമല്ലോ. സമുന്നത കോൺഗ്രസ് നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവും KPCC പ്രചരണ സമിതി അധ്യക്ഷനുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ രമേശ് ചെന്നിത്തല. നമസ്കാരം. അപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ, അതെ, സ്ട്രെയിറ്റ് ലൈനിൽ സംസാരിക്കുക അല്ലേ? അതെ. ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി പോയി, AK ആൻ്റണി പ്രചരണത്തിലൊട്ടും സജീവമല്ല. കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ്, പാർട്ടിയെ നയിക്കേണ്ട ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവ് ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ആ രീതിയിൽ താങ്കളെ പാർട്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ എന്നെ ഇപ്പം പ്രചരണത്തിൻ്റെ ചുമതല പാർട്ടി തന്നെ ഏൽപ്പിച്ചത്. ഇപ്പം അതേസമയം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും 2 വഴിക്കാണെന്നും താങ്കൾ താങ്കളുടേതായ നിലയിൽ മറ്റൊരു പാരലൽ വഴിക്ക് നീങ്ങുന്നുവെന്നും പറയുന്നു. എന്ത് പറയും? ഒരിക്കലും ശരിയല്ല. ഞാൻ പ്രചരണ സമിതി അധ്യക്ഷനായ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത്. സുധാകരൻ ഇവിടെ ഇല്ലെങ്കിൽ സുധാകരനോട് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. സതീശനും MMSN താൽക്കാലിക ചുമതലയാണ്. ഞങ്ങൾ മൂന്നും കൂടെ ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ ഉണ്ടായ ഒരു നേതൃത്വ തലത്തിലുള്ള ഒരു ഐക്യം പ്രകടമല്ലെന്നും പറയുന്നുണ്ട്. ഇല്ല, പ്രകടമാണ്. ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കാതെ ഒരു കാര്യം. ഇപ്പോൾ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായി. ഞങ്ങൾ കൂടി ആലോചിച്ചല്ലേ ഇത്. ഒരു അപശബ്ദം പോലും ഉണ്ടായില്ല. ഘടകകക്ഷികളുമായിട്ടുള്ള സംസാരം ഉണ്ടായി. അതിനും പ്രശ്നങ്ങളില്ല. അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ലീഗുമായിട്ട്. അത് തീർത്തല്ലോ. ഒരു കൂട്ടായ്മ കേരളത്തിലെ കോൺഗ്രസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ, കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. പാർട്ടിക്കാർക്ക് പ്രയോജനമുള്ളതല്ലാതെ, അത് സാധാരണക്കാരായ പാർട്ടിക്കാർക്കില്ല. മുകൾത്തട്ടിൽ നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളതല്ലാതെ ആർക്കും പ്രയോജനമില്ല. വാസ്തവത്തിൽ ഈ ഗവൺമെൻറ്റിനെ ഒരു മടുത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടുത്തെയും കേന്ദ്രത്തിനും എതിരായിട്ടുണ്ട്. മോഡി ഗവൺമെൻറ്റിനെതിരായിട്ടും ആ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുമുണ്ട്. അപ്പോൾ അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചുമതല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന വേളയിൽ തന്നെ പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലുകൾ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുണ്ടായി. അതൊക്കെ ആൾക്കാർക്കിടയിൽ ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അല്ല, അതെല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ കിടക്കില്ലേ? അതൊരു സ്റ്റേജ് കഴിഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ ശ്രീ ഹസനാണെങ്കിലും സതീശനാണെങ്കിലും ഞാനാണെങ്കിലും സുധാകരനുമായിട്ടുകൂടി ആലോചിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ കേരളത്തിലെ പ്രബല സമുദായമായ ഈഴവ സമുദായം, അതിന് എത്ര അംഗങ്ങളുണ്ട്, എത്ര സ്ഥാനാർത്ഥികളുണ്ട്? അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരേ ഒരാൾ. അതിൻ്റെ പറ്റിയെന്ന് വെച്ചാൽ ഇവരെല്ലാം സിറ്റിംഗ് MPമാരായി, ജയിച്ചു വന്ന സിറ്റിംഗ് MPമാരായതുകൊണ്ടാണ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാതെ പോയത്. കഴിഞ്ഞ തവണ 2 പേരുണ്ടായിരുന്നു. ഇത്തവണ ആ 2 പേരുമുണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ലീഗിൻ്റെ കൂടെ ചേർത്ത് വേണം പറയാൻ
3 പേരുണ്ട്. ഇത്തവണ അത് തന്നെ 3 നിലനിൽക്കുന്നുണ്ട്. പ്രസി- കുറച്ചുകൂടി പ്രാതിനിധ്യം കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ സിറ്റിംഗ് എം പിമാർ നിലനിന്നത് കൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത്. സിറ്റിംഗ് എം പിമാരെന്നുള്ളൊരു പിടിവാശി ആവശ്യമായിരുന്നു. അല്ല, കാരണം അവർ പലരും ഫസ്റ്റ് ടൈമാണ്. മിക്കവാറും ആളുകൾ ഫസ്റ്റ് ടൈമാണ് വന്നത്. അപ്പോൾ അവർ ജയിച്ചു നിൽക്കുന്നവരെ നമ്മൾ എന്തടിസ്ഥാനത്തിൽ മാറ്റും? അത് തന്നെയല്ല, അവർ ആ മണ്ഡലങ്ങളിൽ കുറേ കാലമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കേണ്ടത് ആവശ്യമായി വന്നു. അപ്പോൾ കഴിഞ്ഞ തവണ 4 MLA മത്സരിച്ചു. അതിൽ പിന്നെ പാർലമെൻറ്റിലേക്ക് അന്ന് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയി. അന്ന് താങ്കൾ പറഞ്ഞു ഇതൊരു തെറ്റ് പറ്റിയതാണ്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ പോകുന്ന ഏർപ്പാടാണ്, വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പക്ഷേ ഇത്തവണ രാജ്യസഭാ അംഗമായിരുന്നിട്ട് പോലും കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ആ ചുമതല പോലും വേറെ ആരെ ഏൽപ്പിക്കാതെ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നു. KPCC പ്രസിഡൻറ്റ് പിന്നെ കണ്ണൂരിൽ മത്സരിക്കുന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA വടകരയിൽ മത്സരിക്കുന്നു. ബേസിക്കലി ഞാൻ ഈ MLA ഞാൻ പണ്ട് നിന്ന ഒരാളാണ്. ഞാൻ ഹരിപ്പാട് MLA ആയിരിക്കുമ്പോഴാണ് ഞാൻ പാർലമെൻറ്റിലേക്ക് കോട്ടയത്ത് നിൽക്കുന്നത്. അതിനെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. പിന്നെ ഞാൻ KPCC പ്രസിഡൻ്റ് ആയപ്പോഴാണ് ഈ 4 MLA മത്സരിപ്പിച്ചത്. വാസ്തവത്തിൽ അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴും ഉള്ളത്. പക്ഷേ KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ അതല്ല. കാരണം പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ലോകസഭയിലെ അംഗങ്ങളാണ് കൂടുതൽ വരേണ്ടത്. രാജ്യസഭയിൽ അംഗങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അറിയാമല്ലോ രാജേഷ്. അതെ. അപ്പം പാർലമെൻറ്റ് മെമ്പർമാരിൽ, ലോക്സഭാ മെമ്പർമാരിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ രാഷ്ട്രപതി നമ്മുടെ പാർട്ടിയെ വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മുന്നണിയെ വിളിക്കുകയുള്ളൂ. ഇപ്പം ദിഗ്വിജയ് സിംഗ്, അദ്ദേഹത്തെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നാണ് 2 വർഷം അദ്ദേഹത്തിനുമുണ്ട്. പിന്നെ നമ്മുടെ ഭൂപേഷ് ബഘേൽ, അവിടുത്തെ ജാർഖണ്ഡിലെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അപ്പം ജയിക്കാൻ സാധ്യതയുള്ള പ്രഗത്ഭരായ വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി കിട്ടാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ലൈൻ കൂടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഭാഗമാണിത്. KC വേണുഗോപാൽ. പക്ഷേ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്നില്ല എന്നുള്ളവർ വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രീതി ജയസാധ്യതയുള്ള യുവരക്തം ഇപ്പോൾ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ആലത്തൂരിൽ രമ്യോ ഹരിദാസോ അല്ലാതെ ആരിയിരിക്കുന്നു ഈ പാർട്ടി ഇപ്പോഴത്തെ? അല്ല, പുതിയ ആളുകളെ നമ്മൾ കൊണ്ടുവന്നുണ്ടല്ലോ. പുതിയ ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52 പുതിയ ആളുകളെ നമ്മൾ നിർത്തി. ആ പരീക്ഷണം പാളിപ്പോയി എന്നാണോ? അത് 2 പേരെ ജയിച്ചുള്ളൂ. അതെ. 52 പുതുമുഖങ്ങളെ നിർത്തി. അപ്പോൾ പുതുമുഖങ്ങളെ നിർത്തുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രാദേശിക ഘടകങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന അനുഭവപാഠം ഞങ്ങൾക്കുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇപ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ചു കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്. പക്ഷേ ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു പൊതുവികാരം കോൺഗ്രസ് വളരെ ദുർബലമായി. ഇപ്പോൾ പല നേതാക്കളും താങ്കളുടെ തന്നെ സമകാലികരായിട്ടുള്ളവരടക്കം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഗുലാം നബി ആസാദായാലും കപിൽ സിബൽ തൊട്ട് മുൻ മുഖ്യമന്ത്രിമാരടക്കം പലരും പോയി. താങ്കളെപ്പോലെ 25 വർഷം ഡൽഹിയിൽ ദീർഘമായ അനുഭവ സമ്പത്തുള്ള ആൾ നേരിട്ട അവഗണന എല്ലാവർക്കും അറിയാം. താങ്കൾ പാർട്ടി കൂറുകൊണ്ട് പോകാതിരിക്കുന്നു. ആ രീതിയിലൊരു നേതൃത്വ പ്രതിസന്ധി കോൺഗ്രസ് ദേശീയ തലത്തിൽ അഭിമുഖീകരിക്കുന്നില്ലേ? നേതാക്കന്മാർ വിട്ടുപോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പാർട്ടി ഇപ്പോഴും ശക്തം തന്നെയാണ്. കാരണം നേതാക്കന്മാർ വിട്ടുപോകുമ്പോൾ അവരുടെ കൂടെ അണികളാരും പോകാറില്ല. ഇപ്പോൾ കപിൽ സിബൽ പോയി, അദ്ദേഹത്തിനോടൊപ്പം ആരും പോയില്ല, അദ്ദേഹം മാത്രമേ പോയുള്ളൂ. ഗുലാം നബി ആസാദിനോട് പോയവരൊക്കെ തിരിച്ചു വന്നു. 22 നേതാക്കന്മാർ തിരിച്ചു വന്നു. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അത്രമാത്രം ഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ പോയ ഇപ്പം മഹാരാഷ്ട്ര അശോക് ചവാൻ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഞാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാകുന്നത്. തലേ ദിവസം വരെ എന്നോട് സംസാരിച്ച എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ പോലും അദ്ദേഹത്തെ പോലെ ആൾ പോകാൻ പാടില്ലായിരുന്നു. 2 തവണ കേരളത്തെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. 10-15 വർഷം മന്ത്രിയായിരുന്നു. പാർട്ടി എല്ലാം കൊടുത്തു. ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുമോ പറയാം. അങ്ങനെയുള്ള ആൾ ഇപ്പോൾ 2 തരത്തിലുള്ള ആളുകൾ പോകുന്നത്. ഒന്ന് അധികാരമോഹം, 2 ED CBI പേടി. അതുകൊണ്ട് ആളുകൾ പോകുന്നത്. പക്ഷേ അധികാരമോഹം എന്ന് പറയുന്ന ഒരു വാദം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇവരൊന്നും പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഇവർ പോകുന്നത് പാർട്ടിക്കാണ്. പാർട്ടിയിൽ സംഘടനാ ചുമതല ഉള്ളവർക്കില്ലേ? എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പോകുന്ന ആളുകളൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് ഈ പോകുന്നത്. അവർ വിചാരിക്കുന്നത് കോൺഗ്രസ് തിരിച്ചു വരില്ല. പക്ഷേ കോൺഗ്രസ് തിരിച്ചു വരാൻ പോവുകയാണ് ഈ ഇലക്ഷൻ. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണ്? മോഡിയും അമിത്ഷായും ചേർന്നൊരു വലിയ ജനങ്ങളെയും മാധ്യമങ്ങളെയും മെസ്മറൈസ് ചെയ്തിരിക്കുക. ഞാനിത് കാണുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും മത്സരിച്ചപ്പോൾ അന്നെല്ലാവരും പറഞ്ഞു വാജ്പേയി വരാൻ പോവാണ്.
ഇന്ത്യ ഷൈനിങ്. അതെ. ഓർമ്മയുണ്ടോ രാജേഷ്? ഇന്ത്യ ഷൈനിങ് എന്നും പറഞ്ഞ് രാജ്യവ്യാപകമായ പ്രചരണമായിരുന്നു. വാജ്പേയി തന്നെ വരും, രക്ഷയില്ല. പക്ഷേ അവിടെ UPA വന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ മോഡി 3ാം തവണയും വരും, 400 സീറ്റ് കിട്ടും എന്നുള്ള പ്രചരണം നടത്തുന്നത് ഭയത്തിൽ നിന്നാണ്. അവർ പരാജയപ്പെടുമെന്നുള്ള ഭയമാണ്. ഞാൻ തന്നെ കണക്കുകൾ അങ്ങോട്ട് പറയാം, സ്ട്രൈറ്റ് ലൈനിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറയാം. കേരളത്തിൽ 20 സീറ്റ് പോയാലും ഒരെണ്ണം പോലും BJPക്ക് കിട്ടാൻ പോകുന്നില്ല. ആര് ജയിച്ചാലും ഒരുപോലാണ്. ഇന്ത്യ മുന്നണിയിലേക്കാണ് വരുന്നത്. തമിഴ്നാട് 40 സീറ്റിൽ 1-2 സീറ്റ് വെച്ച് എല്ലാം കിട്ടും. കർണാടകത്തിൽ കഴിഞ്ഞാണ് 1 സീറ്റേ ഉള്ളായിരുന്നു. ഇത്തവണ ഒരു 25 സീറ്റ് കിട്ടുന്ന സാഹചര്യം അവിടെ നിലവിലുണ്ട്. തെലങ്കാനയിൽ 1 സീറ്റും ഇല്ലായിരുന്നു, 2 സീറ്റുണ്ടായിരുന്നു. ഇത്തവണ 10 സീറ്റും കിട്ടും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ 1 സീറ്റാണ് കോൺഗ്രസ് ജയിച്ചത്. ഇത്തവണ കോൺഗ്രസും ശരത് പവാറിൻ്റെ പാർട്ടിയും ശിവസേനയും ചേർന്ന് മഹാവികാസ് അഗാഡി. അല്ല, അതിൽ തന്നെ ശരത് പവാറിൻ്റെ പാർട്ടിയിലും ഉദ്ധവ് താക്കറയുടെ പാർട്ടിയിൽ നിന്ന് ഒരു പങ്ക് പോയി. പക്ഷേ പോയതുകൊണ്ട് അവരുടെ കൂടെയുള്ള ജനപിന്തുണ പോയിട്ടില്ലെന്ന് തെളിയിക്കാൻ പോവുകയാണ്. സിമ്പതി ഫാക്ടർ മുഴുവൻ അവർക്കാണ്. ED CBI ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കി ഭരിക്കുകയാണ്. പക്ഷേ ജനങ്ങളും പ്രവർത്തകരും ഇവരോടൊപ്പമാണ്. അപ്പോൾ അവിടെ ഏതായാലും 25 സീറ്റോളം കിട്ടും. പിന്നെ ബംഗാളിലെടുത്താൽ ഏതായാലും ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും മമത ജയിച്ചാലും ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കും. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 3% വോട്ടിനാണ് ഗവൺമെൻറ് പോയത്. ഇത്തവണ അവിടെ ചെറിയ കക്ഷികളുമായിട്ടെല്ലാം കൂട്ടി CPM-ന് ഒരു സീറ്റ് കൊടുത്തു, അതോടൊപ്പം തന്നെ BSPക്ക് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചാണ്. അവിടെയും ഒരു 10-15 സീറ്റേലും കിട്ടും. 1 സീറ്റുമില്ല കഴിഞ്ഞ തവണ. മധ്യപ്രദേശിൽ 4-5 സീറ്റേലും കിട്ടും. UPയിൽ ഭരണം പോയി. UPയിൽ 1 സീറ്റുമില്ല, ആകെ 1 സീറ്റാണ് സോണിയാഗാന്ധി. ഇത്തവണ മുലായം സിംഗ് പാർട്ടിയും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുമായിട്ടുള്ള അലയൻസിൽ ഒരു 10-15-20 സീറ്റുകളും എല്ലാം രണ്ടുപേർക്കും കൊടുക്കും. അല്ല, ഒരു വിജയപ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടല്ലേ റായ്ബറേലിയിലും അമേഠിയിലും സീറ്റ് പോലും പ്രഖ്യാപിക്കും? അല്ലല്ല, ഇതിപ്പം ഞങ്ങൾ തന്നെ പല സീറ്റുകളും പ്രഖ്യാപിച്ചിട്ടില്ല. മഹാരാഷ്ട്ര പ്രഖ്യാപിച്ചിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധി കാര്യം എന്താ അറിയോ? മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെ തീരുമാനമായിട്ടില്ല. അല്ല, എൻ്റെ കാര്യം രാജേഷ്, 7ാമത്തെ ഫേസാണ് UPയിൽ. എന്നുവെച്ചാൽ ജൂൺ 5-നാണ് അടുത്ത തെരഞ്ഞെടുപ്പ്, ജൂൺ 2-നോ അങ്ങനെ തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയമുണ്ട്. അല്ല, 1.5 മാസം കിടക്കുകയാണ്. ഇഷ്ടംപോലെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതിനും ചർച്ച ചെയ്യുമല്ലോ. കഴിഞ്ഞ തവണ ഈ പറയുന്ന വാദം കഴിഞ്ഞ തവണയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കും എന്നുള്ളൊരു നിലയിലേക്കുള്ള പ്രചരണം ഉണ്ടായിരുന്നു. കേരളത്തിൽ 20-ൽ 19 സീറ്റ് കിട്ടാൻ പോലും അത് സഹായമായി. ആ അവസ്ഥ ഇപ്പോഴുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇപ്പോഴും അതുണ്ട്. അതായത് മോദിക്ക് പകരം വെക്കാൻ പറ്റിയ ഒരു നേതാവേ അല്ല രാഹുൽ ഗാന്ധി. മോദിക്ക് പകരം വെക്കാൻ രാഹുൽ അല്ല, പിന്നെ ആരാ ഉള്ളേ? അല്ല, രാഹുൽ ഗാന്ധിയുടെ പാടവമില്ലായ്മ കൊണ്ടാണ് ഇപ്പം തന്നെ നിതീഷ് കുമാർ മുന്നണി വിട്ടു പോകാൻ കാരണം തന്നെ അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. നിതീഷ് കുമാർ എപ്പോൾ വേണേലും പോകും. പുള്ളി ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം മമതാ ബാനർജി നിതീഷിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ട്, പുള്ളി ഇന്നലെ പ്രസംഗിച്ചത് 4000 സീറ്റ് കിട്ടുമെന്നാണ് പ്രസംഗിച്ചത്. പുള്ളിക്ക് പലതിനും ഓർമ്മ പോലും ഇല്ലെന്നാണ് ആൾ പറയുന്നത്. ഇവിടെ ഒരു കാര്യമില്ലാതെ ഇവിടെ നിന്ന് മുന്നണിക്കകത്തിന് അടുത്ത് അങ്ങോട്ട് പോവുക. അല്ല, ബംഗാളിൽ പോലും മമതയുമായിട്ട് എത്ര തവണയാണ് നിതീഷ് കുമാർ ഇപ്പോൾ എത്ര തവണയാണ് കാലുമാറിപ്പോയത്? അല്ല, ബംഗാളിൽ പോലും മമതയായിട്ട് ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞു. അല്ല, മമതയായിട്ട് ധാരണ എത്താൻ കഴിയാതെ പോയത് എന്താണെന്ന് വെച്ചാൽ മമതയായിട്ട് പിടിവാശിയാണ്. മമത എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ എന്നാലും അവസാനം ഇന്ത്യ മുന്നണി വരുമ്പോൾ അവരെല്ലാം ഒന്നിച്ച് വരേണ്ടി വരും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണ വിദഗ്ധനായ പ്രശാന്ത് കിഷോർ പറയുന്നത് കോൺഗ്രസ് ഹോംവർക്ക് ചെയ്യുന്നില്ല, അതായത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ അടുത്തടുത്ത് വന്നു. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഹോംവർക്ക് ചെയ്യുന്നില്ല. പക്ഷേ BJPയും RSSും കാര്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, വർക്ക് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സ്റ്റൈലുണ്ട്, BJPക്ക് BJPയുടെ സ്റ്റൈലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പൂർത്തീകരിച്ചില്ല. അപ്പോൾ റായ്ബറയിലും അമേഠിയിലും ആര് മത്സരിക്കണമെന്നുള്ള തീരുമാനിക്കാനുള്ള സമയം ഇഷ്ടംപോലെ കിടപ്പുണ്ട്. 1.5 മാസം കിടക്കുകയാണ്. അത് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് അതിന് പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ കോൺഗ്രസിൻ്റെ സ്റ്റൈലും BJPക്ക് BJPയുടെ സ്റ്റൈലുമാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും മലീമസമാക്കുന്ന ഒരു പാർട്ടി BJPയാണ്. എല്ലാ പാർട്ടിയിലും ആളിനെ പിടിക്കുകയാണ്. അല്ലെങ്കിൽ പിടിച്ചവർക്ക് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. അവരൊക്കെ തയ്യാറാണ് ആൾക്കാർ. അല്ല, തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ വീരേന്ദ്ര സിംഗ് ഉദാഹരണം. വീരേന്ദ്ര സിംഗ് ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അന്നുണ്ടായിരുന്നു. പുള്ളി തിരിച്ചുപോയി ഹരിയാനയിൽ നിന്ന്. അദ്ദേഹം BJP കേന്ദ്രമന്ത്രിയാക്കി. ഒരു വർഷം കണ്ടിരുന്ന കേന്ദ്രമന്ത്രി, മകൻ MP ആയി. ഇപ്പോൾ 2 പേരും തിരിച്ചു വന്നു. അപ്പോൾ വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരം വരുന്നു എന്ന് കണ്ടാൽ തിരിച്ചു പോരും, അത്രയേ ഉള്ളൂ. അല്ല, അത്
പോകുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു എന്നുള്ളതാണ്. അത് BJPയുടെ തെറ്റായ രാഷ്ട്രീയമാണ്. ഇപ്പോൾ BJPയിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ താങ്കളടക്കമുള്ള കോൺഗ്രസ് ആ ഒരു തലമുറയുടെ അടക്കം നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന നേതാവാണ് ലീഡർ കെ കരുണാകരനാണെങ്കിലും AK ആൻ്റണിയും. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും ലീഡറുടെ മകൾ പത്മജ വേണുഗോപാലും BJP ചേരുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? നമ്മൾ ഒരിക്കലും കരുതില്ല. ഞങ്ങൾ ഞെട്ടിപ്പോയ കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? അവർക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും പിടിയില്ല. കാരണം പത്മജിക്ക് കൊടുക്കാൻ കഴിയാവുന്നതെല്ലാം നമ്മൾ കൊടുത്താണ്. പാർലമെൻറ്റ് സീറ്റ് കൊടുത്തു. തേറമ്പലിനെ പോലെ ആൾ ഇപ്പോൾ നിന്നാലും ജയിക്കുന്ന തൃശ്ശൂർ സീറ്റ് കൊടുത്തു. 2 തവണ ജയിച്ചില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കി, AICC മെമ്പറാക്കി, ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി വെച്ചു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ ആഗ്രഹിക്കുന്നവർ പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുക. ഇപ്പോൾ അനിൽ ആൻ്റണി പോയി, ഇപ്പോൾ AK ആൻ്റണിയുടെ മകനാണ്. അതും പാർട്ടിക്ക് ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ അനിൽ പോയത് കൊണ്ട് ഒരു നഷ്ടമുണ്ട്. അനിലിൻ്റെ നിഴൽ പോലും അനിലിനോടൊപ്പം പോയില്ല. അല്ല, തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലമുണ്ടാക്കും എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ദേശീയ തലത്തിൽ ഒരു പ്രചാരണ ആയുധമാക്കാൻ BJP കഴിഞ്ഞില്ലേ? അതൊക്കെ ശരി, താൽക്കാലികമായൊരു പ്രചരണ ആയുധമാക്കാം. ഞാനീ പറഞ്ഞുകൊണ്ട് വന്നത് പോയവരൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പയ്യെ അവിടുത്തെ അനുഭവം അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ താങ്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 26-ാമത്തെ വയസ്സിൽ MLA, 28-ാമത്തെ വയസ്സിൽ മന്ത്രിയായി, 4 തവണ ലോക്സഭാംഗമായി, പലതവണ MLA ആയി, അങ്ങനെയുള്ള ഇത്രയും അതുകൊണ്ടിപ്പോൾ 25 വർഷം രാജ്യ തലസ്ഥാനമായ ഡൽഹി പ്രവർത്തിച്ച് പരിചയ AICCയുടെ പല സുപ്രധാന ചുമതലകളടക്കം വഹിച്ചു. പക്ഷേ താങ്കളെ പോലുള്ളവരെ എന്നേ വരേണ്ട പ്രവർത്തക സമിതി, ഇപ്പോൾ പഴയ കാര്യമാണെങ്കിലും ചോദിക്കുകയാണ്, അടുത്ത് കിട്ടിയാണ്ട് ചോദിക്കുകയാണ്, പ്രവർത്തക സമിതിയിൽ ഇപ്പോഴും താങ്കൾ സ്ഥിരം ക്ഷണിതാവാണ്. താങ്കളുടെ ഒരു പാർട്ടി കൂറുകൊണ്ടല്ലെങ്കിൽ താങ്കൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റൂ? 19 വർഷം മുമ്പ് ഞാനിരുന്ന പോസ്റ്റാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും സാരമില്ല. നമ്മൾ പാർട്ടിക്കാരനെ ഏതെങ്കിലും സ്ഥാനമാനത്തിൻ്റെ പേര് ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന ആളല്ല. സ്ഥാനം കിട്ടിയില്ലെങ്കിലും പാർട്ടിക്കകത്ത് നിൽക്കും. കാരണം നമ്മുടെ ഒരു ചിന്താഗതിയും നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മൾ പ്രവർത്തിച്ച പാർട്ടിയും ഒക്കെ ആയത്. അപ്പോൾ അതിനൊന്നും തള്ളി പറയാൻ ഞാനില്ല. എന്നെ എത്രയോ തവണ എനിക്കത് ആരോപണം ഉന്നയിച്ചു. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ എൻ്റെ പിതാവ് വരെ BJP ആണെന്ന് പറഞ്ഞു. അന്ന് BJP ഇപ്പോൾ എന്താ പാർട്ടിയേ ഇല്ല. അപ്പോൾ ജീവിതം മുഴുവൻ കതറ് ധരിച്ച് കോൺഗ്രസ്സുകാരനായി ജീവിച്ച എൻ്റെ പിതാവിനെ പറ്റി വരെ പറഞ്ഞു. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്നും പറയുമായിരുന്നു. പക്ഷേ എന്നും നാളെ എനിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടിയില്ലായിരുന്നു, ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. പക്ഷേ പാർട്ടിക്ക് എന്തോ ഒരു പിശകില്ലേ? പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളുന്നതിലും അവരെ വൈകാരികമായിട്ട് അവരെ ഒപ്പം നിർത്തുന്നതിലും പാർട്ടിക്ക് എവിടെയോ എന്തോ ഒരു പിശകില്ലേ? പാർട്ടി വലിയൊരു പാർട്ടിയാണ്, അതുകൊണ്ടായിരിക്കാം എല്ലാവരെയും ഇങ്ങനെ. എനിക്കേതായാലും പരാതിയൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ താങ്കളും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട്, പല രീതിയിലുള്ള വിയോജിപ്പുകൾക്കിടയിൽ. പക്ഷേ ആ അടുപ്പം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുണ്ടെന്ന് കരുതാൻ പറ്റൂ? അല്ല, ഞങ്ങൾ വേറൊരു രീതിയിലാണ് പ്രവർത്തിച്ചത്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പല കാര്യം. പക്ഷേ എന്നാലും ഞങ്ങളത് പുറത്ത് പോയില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും പുറത്ത് വരില്ലായിരുന്നു. ഞങ്ങളത് പ്രകടിപ്പിക്കും. കാരണം അത് നമ്മളങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയാൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിനെ അത് വേദനിപ്പിക്കും. അവൻ രാവിലെ ചായ കുടിച്ചുകൊണ്ട് ചായക്കടക്കറിയുകൊണ്ട് രാഷ്ട്രീയം പറയുമ്പം അവൻ്റെ എതിരാളി പത്രം വായിച്ചിട്ട് അവനെ പരിഹസിക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കലും. ഇപ്പോഴുള്ള ചിലരുണ്ടാക്കുന്നുണ്ട്. അല്ല, അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഈഗോയും പിടിവാശിയും ഒക്കെ ചിലർ പുലർത്തുന്നുണ്ടോ? നമ്മുടെ പാർട്ടിക്കകത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് എല്ലാവർക്കും പ്രവർത്തിക്കാൻ അവസരമുണ്ട്, എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഫ്രീഡം ധാരാളമാണ്. CPM-ലൊന്നും ഒരു ഫ്രീഡം ആർക്കുമില്ല. നമ്മുടെ പാർട്ടിക്ക് അതുപോലെ അല്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പലതും പറയുന്നത്. അതെ. അല്ല, ഇപ്പോൾ ഈ പാർട്ടി വിട്ടു പോകുന്നവരെക്കുറിച്ച് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ BJP നേതൃത്വത്തിലുള്ളവരടക്കം പറയുന്നത്, അടക്കം തന്നെ മർമറ ചെയ്യുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പല പ്രമുഖരും BJPയിലേക്ക് വരും. അങ്ങനെ അടക്കം പറയുന്ന പേരുകളുടെ കൂട്ടത്തിൽ താങ്കളുടെ പേരുമുണ്ട്. എൻ്റെ പേര് അവരങ്ങ് വെട്ടിവെച്ചാൽ മതി, എന്നെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരിക്കലുമില്ല. എന്നെ അതുകൊണ്ടാണല്ലോ ആരും എന്നെ ആരും സമീപിക്കാറില്ല. കാരണം എനിക്കൊരു വ്യക്തമായ രാഷ്ട്രീയ ലൈനുള്ള ആളാണ്. അത് സ്ഥാനമാനങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിൻ്റെയോ ഭാഗമായിട്ടല്ല. ഞാൻ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് അധികാരം ഇരുന്ന് അത് 3.5 വർഷമാണ് ഞാൻ മന്ത്രിയായിട്ടിരുന്നത്. ഞാൻ ഒരിക്കലും അധികാരത്തിന് പിന്നാലെ പോയിട്ടൊരാൾ. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ എനിക്ക് വേണമെങ്കിൽ ആദ്യം മുതലേ മന്ത്രിയാവായിരുന്നു. അതെ, ഞാൻ മാറി വേറെ കാരണങ്ങളുണ്ട്, ഞാൻ മാറി നിന്ന ആളാണ്. അപ്പം അങ്ങനെ അധികാരം ഒന്ന് എന്നെ ഭ്രമിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഈ അധികാരം കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് എന്നെ അങ്ങനെ വേറൊരു BJPയിലേക്ക് ഒരിക്കലും പോവില്ല. ഒരിക്കലുമില്ല. ഇപ്പോൾ എന്ന് ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിൽ ദേശീയ എല്ലാവരും പോയാലും ഞാനുണ്ടാവും അതിനകത്ത്. ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് അല്ല ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിലൊരു സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ
കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ CAA പിൻവലിക്കുമെന്നൊരു വാക്കുപോലും പറയുന്നില്ല. അത് മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗം അല്ല, അത് തെറ്റാണ്. അത് മുഖ്യമന്ത്രി വെറുതെ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അല്ല, എന്തുകൊണ്ടാണ് അതിനെ അതിനകത്തുണ്ട്. നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വായിക്കാത്തതാണ്. അല്ല ഞാൻ പറഞ്ഞുതരാം, ഉണ്ടെന്ന്. പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ കരി നിയമങ്ങളും പിൻവലിക്കും. എന്നാലും CAA തെളിച്ചു പറയാം. അത് മാത്രമല്ല, അത് ഒത്തിരി കാര്യമുണ്ട്. 370 ഉണ്ട്, നമ്മുടെ കോഡില്ലേ, മറ്റേ ഏക സിവിൽ കോഡ്, CAA ഉണ്ട്. CAA കാര്യത്തിൽ ആദ്യം തന്നെ നമ്മുടെ നിലപാടുണ്ട്. 2019 വന്നപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കി, നമ്മുടെ ഗവൺമെൻറ് വന്നാൽ പിൻവലിക്കും എന്ന് മാത്രമല്ല, അതിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ ഒരാളാണ് ഞാനാണെന്ന് പിണറായി വിജയനുമായിട്ട് ഞങ്ങൾ കൂടിച്ചേർന്ന് സമരം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കിയ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രമേയം പാസ്സാക്കിയത്. അതിനെതിരെ കോടതി പോയ ആളെ, പിണറായി വിജയൻ കോടതി പോയില്ല, ഞാനാ കോടതി പോയി. ഞാൻ സുപ്രീം കോടതിയിൽ നാളെ എൻ്റെ കേസ് വരികയാണ്. ഇതിൻ്റെ ചട്ടങ്ങൾ വന്നപ്പോൾ, റൂൾസ് വന്നപ്പം വീണ്ടും ഞാൻ കോടതിയിൽ പോയി റൂൾസ് സ്റ്റേ ചെയ്യണം. കാരണം പൗരത്വം എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒന്നല്ല. ഭരണഘടനയിൽ അതുകൊണ്ടാണല്ലോ ഡോക്ടർ അംബേദ്കറും നെഹ്റുവും പോലുള്ള വലിയ വലിയ ആളുകൾ അതുകൊണ്ട് ചേർക്കാൻ, അതുകൊണ്ടാണ്, ജാതിയുടെയോ മതത്തിൻ്റെ പേരിലല്ല. അപ്പോൾ അത് അങ്ങനെ ചേർത്ത നടപടിക്കെതിരെ കോടതി, സുപ്രീം കോടതി പോയ ഒരാളാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ നാളെ കേസാണ്, എൻ്റെ ലീഗും കേസ് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ ഒരു കേസും കൊടുത്തിട്ടില്ല. അദ്ദേഹം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി വെറുതെ പച്ചയായ ജാതിയും മതവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് മോഡിയും പറയുന്നത്. അല്ല, ഇത്രയും സജീവ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് വ്യക്തമായിട്ട് പറയാമല്ലോ. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അത് മറച്ചു പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി 2019 തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, റൂൾസ് വന്നപ്പോഴും പറഞ്ഞിരുന്നു. പിന്നെ പ്രകടന പത്രികത്ത് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചില്ല, അതുകൊണ്ട് ശരിയാണ്. അതിൻ്റെ വീഴ്ചയല്ലേ? അവർ വീഴ്ചയൊന്നുമല്ല. എല്ലാ നിയമങ്ങളും പിൻവലിക്കുമെന്ന് പറയുമ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ വരുന്നത് നിയമങ്ങളും പോലല്ല. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് അത് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇന്ത്യയിൽ ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം തന്നെ മറ്റൊരു രാജേഷ് മനസ്സിലാക്കണം, കേരള മുഖ്യമന്ത്രി മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ഒരാളും ഇത് സംസാരിക്കുന്നില്ല. ഇവിടെ ഇത് സംസാരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരെ വോട്ട് കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. ഹിസ്റ്ററി വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. അല്ല, ഇപ്പം തന്നെ പുള്ളിക്ക് ആകെ, ഞാൻ ചോട്ടെ, ഭരണത്തെപ്പറ്റി പറയാനില്ല, സ്വന്തം നേട്ടങ്ങളെപ്പറ്റി പറയാനില്ല, കേരളത്തെപ്പറ്റി പറയാനില്ല, ആകെ പറയുന്ന CAA എന്നാണ്. എന്നുവെച്ചാൽ മുസ്ലിം സഹോദരന്മാരോട് വോട്ട് കിട്ടണം, അതിന് പുള്ളി തുറപ്പിയിട്ടിറക്കിയിരിക്കുക. അതൊന്നും ഇവിടെ വേവാൻ പോകും. ഇക്കുറി മുസ്ലിം സമുദായ സഹോദരന്മാരുടെ വോട്ടിന് വേണ്ടിയാണോ UDFും LDFും പരസ്പരം വാശിയോടുകൂടി രംഗത്ത്? ഞങ്ങളങ്ങനെയില്ല, ഇവരങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നീക്കം അതാണ്. കേരളത്തിലെ ഏറ്റവും ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. അല്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന റോഡ് ഷോയിൽ ഒരു പതാകയും ഉപയോഗിച്ചില്ല. അത് ലീഗിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കോൺഗ്രസിന്റെ പതാക എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യം, ചരിത്ര പ്രാധാന്യമുള്ള, അപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിൽ BJP ഇത് പ്രചരണ ആയുധമാക്കും എന്നുള്ളൊരു പേടിയിൽ എല്ലാവരുടെയും പതാക വേണ്ടെന്ന് വെച്ചു. അല്ല, ഞങ്ങൾ പ്രചരണത്തിൻ്റെ ഒരു പുതിയ രീതി കണ്ടെത്തിയതാണ്. ഇപ്പോൾ ഓരോരുത്തർ, ഞാൻ കേജ്രിവാൾ, എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത്തവണ തീരുമാനിച്ചു, രാഹുൽ ഗാന്ധിയുടെ പടം മാത്രം മതി, കോൺഗ്രസ് വേണ്ട, ഒന്നും വേണ്ട, രാഹുൽ ഗാന്ധിയുടെ മാത്രം. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള 10,000, 5,000, 7,000 പ്ലക്കാർഡുകളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞങ്ങൾ തീരുമാനമെടുത്ത് പ്ലക്കാർഡ് മതി. ഒരു പുതിയ സ്റ്റൈൽ, ഇപ്പോൾ പുതിയ സ്റ്റൈലുണ്ട് പ്രചരണ രംഗം. അതൊരു സ്റ്റൈൽ മാത്രമാണ്, ആ സ്റ്റൈലാണ്. അല്ല, പക്ഷേ ദേശീയ പ്രചരണായുധമാക്കിയിരുന്നു. അത് പ്രചരണം നടത്തിക്കൊണ്ട് ഇനി എന്തോ പറയാനാ? പാകിസ്ഥാന്റെ പതാകയായിട്ട് രാഹുൽ ഗാന്ധി ഓൾറെഡി അത് പറഞ്ഞാണല്ലോ. ഇനിയിപ്പോൾ അല്ലല്ല, അതൊന്നുമല്ല. അതിനെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താ പറയാൻ പറ്റാത്തത്? മുഖ്യമന്ത്രി ഇപ്പോൾ വളരെ വില കുറഞ്ഞ നിലയിലല്ലേ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതല്ലാതെ മോഡിയെ പേരെടുത്ത് എവിടെയെങ്കിലും പിണറായി വിജയൻ പറയാറുണ്ടോ? പേടിയുണ്ടോ? 100% പേടിയല്ലേ. അമിത്ഷായുടെ പേര് പറയാറുണ്ടോ? നിയമസഭയ്ക്കകത്തോ പുറത്തോ അമിത്ഷായുടെ പേരോ നരേന്ദ്രമോദിയുടെ പേരോ പറയാറില്ല. അദ്ദേഹത്തിന് കോൺഗ്രസിനെ വിമർശിക്കുന്നതാണ് BJP അല്ല. കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്നത് പിണറായിയും ആഗ്രഹിക്കുന്നു, മോഡി ആഗ്രഹിക്കുന്നു, ഒരുപോലെ ആഗ്രഹിക്കുന്നു, രണ്ടും ഒരുപോലെ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും അദ്ദേഹം വിമർശിക്കുന്നു, മോഡിയെപ്പറ്റി ഒരു അക്ഷരം പറയുന്നില്ല. രണ്ടുപേരും ഒന്നാണ്, മോഡിയും പിണറായിയും ഒന്നാണ്, സ്റ്റൈൽ അതാണ്. അല്ല, ഇപ്പോൾ കേരളത്തിൽ BJPയുമായിട്ട് രഹസ്യ ഡീല് CPMനുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു.
കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യ ഡീലുണ്ടെന്ന് CPM പറഞ്ഞു. ഈ വോട്ടർമാർ എന്ത് കരുതണം? വോട്ടർക്കാരന്മാർക്ക് അറിയാമല്ലോ, ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലേ BJP അവിടെ പോരാടുന്നത്. കൂടുതൽ MP മാരെ ജയിച്ചു തന്നാൽ അവിടെ അവരുടെ ഗവൺമെൻറ്റിന് പോകുമ്പോൾ BJPയുടെ ഗവൺമെൻറ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അന്നേരം അത് അപ്പം ആ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളും അവരുമായിട്ട് കൂട്ടാൻ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നു? അതേസമയം കണക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയത് 40% വോട്ട്, LDFന് കിട്ടിയത് 44% വോട്ട്, BJPക്ക് 14 ഉണ്ടായിരുന്ന 10 കുറഞ്ഞു. ഈ 4% BJPക്ക് പോയപ്പോഴാണ് 44 കിട്ടിയത്. 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് CPMന് പോയി. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്ന് മോഡി, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി മോഡി അവരുടെ അനുയായികൾക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് 69 സീറ്റ് നമ്മൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള ഡീല് CPM ഉണ്ടോ? CPM-ആയിട്ട് എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. CPM-ന് കോൺഗ്രസ്, പിണറായിയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിനെ തോൽപ്പിക്കണം. മോഡിയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ്. എന്നാൽ ഡീലുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുന്ന ഒരു ഘടകമായി ഇത് മാറുകയാണ്. അപ്പോൾ ഡീൽ ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ആ ഡീൽ അനുസരിച്ച് ഏതെങ്കിലും ഒരു അക്കൗണ്ട് BJP തുറക്കൂ? അത് തുറക്കില്ല, അതിന് സമ്മതിക്കില്ല. കാരണം ഈ കോൺഗ്രസിൻ്റെ സീറ്റ് ഉറപ്പിക്കാൻ അവർക്കറിയാം, BJPക്കും അറിയാം ഇവിടെ ഒരു സീറ്റും കിട്ടില്ലെന്ന്. ലക്ഷ്യം എന്താണ്? കോൺഗ്രസിൻ്റെ സീറ്റും വോട്ടും കുറയ്ക്കുക. എന്നാൽ ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ എളുപ്പമാണ്. അതിന് പിണറായി സഹായിക്കുന്നു. അതുകൊണ്ടാണ് പിണറായിയുടെ ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെച്ചത്. ഇപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെട്ടാലും CPM ആരോപിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ MP ആയി വിജയിച്ചാലും ഡൽഹിയിലെത്തുമ്പോൾ BJP അവരെ പർച്ചേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഒരു MP പോയിട്ടില്ലല്ലോ, ഇതുവരെ പോയോ? അല്ല, വലിയ നേതാക്കളുടെ മക്കൾ പോയി തുടങ്ങി. അല്ല, അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, CPM-ലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ബംഗാളിൽ അവരുടെ പാർട്ടി ഓഫീസോടെ BJPക്ക് കൊടുത്തിരിക്കുക. അത് ശരി. ഏറ്റവും കൂടുതൽ ആളുകൾ CPM-ൽ നിന്നാണ് BJP പോയത് അവിടെ. അപ്പോൾ അതൊന്നും കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ CA കഴിഞ്ഞ മറ്റ് രണ്ട് വിഷയങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടും അതുപോലെ തന്നെ കേജ്രിവാളിൻ്റെ ഇഷ്യൂലും. ഇലക്ട്രൽ ബോണ്ട് ഇപ്പം BJPക്ക് ഏറ്റവും കൂടുതൽ കോടികൾ കിട്ടി, പക്ഷേ കോൺഗ്രസിനും കിട്ടി. കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ആദ്യം പരാതി എഴുതി കൊടുത്തത് കോൺഗ്രസ്സാണ്. ഇതാണ് ഞാൻ ചോദിച്ച നേതൃത്വ പ്രതിസന്ധി ഇല്ലേ? ഇല്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ അത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സഹായവും കൊടുക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുമ്പോൾ ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആരെങ്കിലും ഫണ്ട് തന്നു കാണും. ഇവിടെ അതല്ല, ഫണ്ട് വാങ്ങിച്ചതല്ല പ്രശ്നം. കോൺട്രാക്റ്റുകൾ കൊടുക്കാമെന്നും പറഞ്ഞ് ഫണ്ട് വാങ്ങിക്കുന്നു. അന്വേഷണത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടി പണം വാങ്ങുന്നു. അതാണ് പ്രശ്നം. അല്ലാണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ആരെങ്കിലും ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചപ്പോൾ ആരും വാങ്ങുന്നതല്ല. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേസുകളിൽപ്പെട്ടവർ, അന്വേഷണത്തിൽ നേരിടുന്നവർ, അവരെല്ലാം അവരുടെ കയ്യിൽ നിർബന്ധമായി പണം BJP വാങ്ങിച്ചു. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഇത് ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്ന് വെച്ചതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷവും. ഇപ്പോൾ കേജ്രിവാളിൻ്റെ കാര്യത്തിലാണെങ്കിലും പരാതി, കേജ്രിവാൾ ഞങ്ങളുമായിട്ട് പോരാട്ടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയെല്ലാം ഒറ്റക്കെട്ടായിട്ട്. പക്ഷേ ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ടാകാം, ഞങ്ങൾ വ്യത്യസ്തമായ പാർട്ടികളായിരുന്ന സന്ദർഭത്തിൽ. പക്ഷേ ഞങ്ങളൊരിക്കലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കേജ്രിവാളിനെ പോലെ 3 തവണ ഡൽഹി മുഖ്യമന്ത്രി ഒരാളിനെ എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ EDയുടെ കാര്യം വരുമ്പോൾ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലടക്കം ED എടുക്കുന്ന നടപടികളെ മുഴുവൻ കോൺഗ്രസ് നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ED CPM-ന് അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ എടുക്കുന്ന നടപടികളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കേരളത്തിൽ ആദ്യം ഈ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വരണമെന്നാവശ്യപ്പെട്ടതാരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ EDയും CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം അകത്തെഴുതി അല്ലേ? ഞങ്ങളല്ല. ആ ED അന്വേഷണമായിട്ട് ഇവിടെ വന്നു. മോഡിയായിട്ടുള്ള നല്ല ബന്ധം കാരണം അദ്ദേഹത്തെ ചോദ്യം ചെയ്തുമില്ല, അദ്ദേഹത്തെ അന്വേഷിച്ചു. ശിവശങ്കരൻ ജയിലിൽ പോയി. ശിവശങ്കരൻ സ്വന്തം വ്യക്തിയുള്ള നിലയിലാണോ പോയത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഈ കള്ളക്കടത്തും സ്വർണ്ണക്കള്ള മുഴുവൻ നടത്തിയിട്ട് മുഖ്യമന്ത്രിയോട് ആരും ചോദിച്ചില്ല, ഇയാളെ മാത്രം ചോദിച്ചു. അവിടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ലൈഫ് കേസ്, പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ലൈഫ് ആ പണം മുഴുവൻ അടിച്ചു മാറ്റി ED അന്വേഷിക്കുന്നു. ഞങ്ങൾ പറയണ്ട, അന്വേഷിച്ച്. കരുവന്നൂർ കേസ്, കരുവന്നൂരിൽ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം മുഴുവൻ ഇവർ തട്ടി. ഇവർ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കമ്മീഷൻ വാങ്ങി. ആ പണമാണ് ഇന്ത്യ ബാങ്കിൽ പാർട്ടി നിക്ഷേപിച്ചത്. അതിൽ 5-10 രഹസ്യ അക്കൗണ്ടുകളുണ്ട്.
അന്നേരം അക്കാര്യത്തിൽ ഇഡിയുടെ അന്വേഷണം ശരിയായ പാതയിലാണ്. അല്ല, അത് ഇവിടെ വിളിച്ചോണ്ട് വന്നത് പുള്ളിയല്ലേ, നമ്മളാണ് വിളിച്ചോണ്ട് വന്നത്. അതിലൊരു വേട്ടയാടലില്ല അവർ പറയുന്ന പോലെ. അല്ല, വേട്ടയാടൽ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയെ ബോധപൂർവം ചോദ്യം ചെയ്യാതിരിക്കുകയാണ്. സംശയമുണ്ടോ കാര്യത്തിൽ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കണം. കരുവന്നൂർ കേസിൽ കിട്ടിയ പണം CPM ജില്ലാ കമ്മിറ്റി പല പല അക്കൗണ്ടിലിട്ടു. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ കോടികൾ വിഡ്രോ ചെയ്തു. 10 ലക്ഷം രൂപയെ കൂടുതൽ രജിസ്റ്റർ നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ RBI അറിയിക്കണം. അത് RBI ഇൻകം ടാക്സിനെ അറിയിക്കും. ഇത് അന്വേഷണം നടക്കും. ഇവിടെ അതാണ് സംഭവം. കരുവന്നൂരിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ പണം ഇന്ത്യ ബാങ്കിൽ ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി വർഗീസ് അടക്കമുള്ളവർ നിക്ഷേപിക്കുന്നു. അത് ഈ അക്കൗണ്ട് സംശയം വന്നപ്പോൾ ഇവർ കണ്ടെത്തിയിട്ട് അപ്പോഴത്തേക്ക് ഇലക്ഷൻ വന്നപ്പോൾ ഇവർ വിഡ്രോ ചെയ്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുകയാണ് ഇപ്പോൾ. കാരണം അവർക്ക് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അതെന്താണ്? തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വിരുദ്ധമാണത്. ആ പണം അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ല, പക്ഷേ CPM ആരോപിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് ED കരുവന്നൂർ സുരേഷ് ഗോപി എവിടെ ജയിക്കാനാണ്? അവിടെ മുരളീധരൻ ജയിക്കാൻ പോകല്ലേ? മുരളീധരൻ ജയിക്കും. വളരെ സംശയമുണ്ടോ? എവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ നടക്കുക അവർ? ഇത് പറഞ്ഞ് നമ്മൾ ഈ കേസെന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. 4 അനധികൃത അക്കൗണ്ടിൽ നിന്ന് പണം 1.5 കോടി വിഡ്രോ ചെയ്യാണ്. ആ 1.5 കോടി രൂപ വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 10 ലക്ഷം വിഡ്രോ ചെയ്താലും RBIയും ഇൻ്റലിജൻസും ഒക്കെ അവർ അറിയിക്കും. അങ്ങനെയാണ് ഇത് പിടികൂടി. അപ്പം ഇലക്ഷൻ സമയത്ത് ഇത്രയും വലിയ വൻ തുക വാങ്ങുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്തെടുക്കുമ്പോൾ സ്വാഭാവികമായി അത് EDയുടെ കയ്യിൽ കിട്ടുമല്ലോ, വിവരം കിട്ടുമല്ലോ. വേട്ടയാടലാട് കാണാൻ അതെങ്ങനെ വേട്ടയാടുന്ന? ഈ കള്ളപ്പണം എവിടുന്ന് കിട്ടി അതറിഞ്ഞിട്ട് CPMന് ഈ കള്ളപ്പണം എവിടുന്ന് ലഭിച്ചു? അത് മറുപടി പറയണ്ടേ? ആര് കൊടുത്തു? എങ്ങനെ കിട്ടി? ഇപ്പോൾ താങ്കൾ പ്രചരണ സമിതിയുടെ അധ്യക്ഷനാണ്. ഇപ്പോൾ പണ്ട് CPMകാരെ ബക്കറ്റ് പിരിവ് നടത്തുമ്പോൾ പരിഹസിക്കുമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ബക്കറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്രചരണത്തിന് 5 പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ്. നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും മണമില്ലാത്ത ആ അവസ്ഥയാണോ? പൈസയൊന്നുമില്ല. കാരണം ഇതെല്ലാം ഫ്രീസ് ചെയ്ത് പോയി. സാധാരണ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് അക്കൗണ്ടന്റ് മണി കൊടുക്കുമായിരുന്നു. ഇത്തവണ പക്ഷേ തെരഞ്ഞെടുപ്പ് വരെ അവർ സോളിസിറ്റർ ജനറൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഇടപെടില്ലെന്നല്ലേ? ഇപ്പം ഞങ്ങൾക്കാരും പണവും തരുന്നില്ല. കാരണം പണം തരുന്നവരൊക്കെ ഇവർ കയറി പിടിക്കും. ഇവർ നോക്കുമല്ലോ ആരായി പണം തരുന്നത്. അല്ല, രാജ്യത്തുള്ളൊരു നിയമ സംവിധാനം ഉണ്ടല്ലോ, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുക എന്നുള്ളത്. അത് ചെയ്തിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് ഏതോ ഒരു ഘട്ടം 2019 18 കണ്ട് കൊടുക്കുന്ന ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഴുവൻ മരവിപ്പിക്കുന്നത് ശരിയാണോ? അപ്പോൾ അതും ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം പിരിവൊന്നും ആരും തരുന്നില്ലേ കാര്യമായിട്ട്? അല്ല, ഇവിടെ എന്തായാലും നമ്മൾ പിരിക്കുമല്ലോ. ജനങ്ങളിൽ നിന്നൊക്കെ ബക്കറ്റ് പിരിവും അല്ലാത്ത പിരിവും ഒക്കെ നടത്തുന്നത്. ജയിക്കാൻ സാധ്യതയുള്ളവർക്കാണ് കൂടുതൽ പിരിവ് തരുന്നത്. അതെ, അത് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റും. ജനങ്ങളെ സഹായിക്കും. ഇപ്പം തന്നെ പാനൂരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തന്നെയാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിച്ചു. CPM പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. എന്നാൽ അവർ അതിൻ്റെ സംസ്കാര ചടങ്ങിലൊക്കെ CPMൻ്റെ പ്രാദേശിക നേതാക്കൾ പോയി. അതിനെ മുഖ്യമന്ത്രി പറഞ്ഞത് നാട്ടിലൊരു പ്രശ്നമുണ്ടോ, മരണം ഉണ്ടാകുമ്പോൾ പോകുന്നത് സ്വാഭാവികമാണ്, സന്നദ്ധ പ്രവർത്തകരാണ് ഇതിലിടപെട്ടതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്ത് പറയുന്നു? ഈ പാനൂർ ബോംബ് ഉണ്ടാക്കിയത് ആരാ? CPM അല്ലേ? CPMകാരല്ലേ? അതിലെ പ്രതികൾ മുഴുവൻ ആരോ പാർട്ടിക്കാരല്ലേ? ആ വീടുകാർ മുഴുവൻ പാർട്ടിക്കാരല്ലേ? ആ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാരും പോയില്ല അവിടെ. ഇവരാണല്ലോ പോയത്. എന്ന് വെച്ചാൽ അവർക്കുമായിട്ടുള്ള ബന്ധം പാർട്ടി ഗ്രാമമാണ്, പാർട്ടിക്കാരാണ്. അതുകൊണ്ട് പാർട്ടിക്കാർ പോയി. അല്ലാണ്ട് വേറെ ആരും അവിടെ പോയില്ല. പോയോ? വേറെ ഒരാളും പോയില്ല. അപ്പം ഇതെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നത് പാനൂർ ബോംബ് നിർമ്മാണ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് NIA അന്വേഷിക്കേണ്ട കേസാണ്. CBI അല്ല, NIA, ദേശീയ അന്വേഷണ ഏജൻസി വേണം. കാരണം ഇത് ബോംബ് നിർമ്മാണമാണ്. ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണം എല്ലാം NIAയുടെ പരിധി വരുന്നതാണ്. ഇതെന്തിനു വേണ്ടിയാണ്? തീവ്രവാദ പ്രവർത്തനത്തിനാണോ, രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണോ ബോംബ് നിർമ്മിച്ചത്? ഇത് വലിയ ലാർജർ സ്കെയിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ പ്രതികളെ മുഴുവൻ വെറുതെ വിടും. ഇപ്പം തന്നെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു പ്രതികളെ. പാർട്ടി സെക്രട്ടറി പറയുന്നു സംശയത്തിന് ആനുകൂല്യമേ ഉള്ളൂ അവർക്ക്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നാളെ പോലീസ് ഇവരെയൊക്കെ നിർദോഷികളാണെന്ന് വരുത്തണം. അതുകൊണ്ട് ഇത് NIA അന്വേഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് സംശയിക്കുന്നുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായപ്പം ഇത് ബോംബുണ്ടാക്കി ബോംബ് വെച്ചിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പ്രശ്നങ്ങളുണ്ടാക്കാനാണ്. അത് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അറിയാതെ ഒന്നും നടക്കില്ല. എല്ലാ ദിവസവും ആഭ്യന്തരമന്ത്രിക്ക് സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളെ സംബന്ധിച്ചും
ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നതാണ്. താങ്കൾ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ആളാണോ? എല്ലാ റിപ്പോർട്ടും കിട്ടും. ഞാൻ അറിഞ്ഞത് ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലുടനീളം ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നുള്ള വിവരം ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷേ പുള്ളി ആക്ട് ചെയ്തിട്ടില്ല. അതിൽ വീഴ്ച വന്നു. ഗുരുതരമായ വീഴ്ചയാണ്. അല്ലേ പറയട്ടെ, പുള്ളി അറിഞ്ഞില്ലെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19-1 ഇത്തവണ എന്താവും? ഇത്തവണ 2020 അടിക്കും. ഉറപ്പാണോ? ഉറപ്പല്ലേ. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്, അതിനുള്ള അന്തരീക്ഷമാണ് ഉള്ളത്. പിണറായി വിജയനെയും എൻ്റെ ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെയും ജനങ്ങൾ വെറുക്കുന്നു. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യർക്ക് അഭിപ്രായം പറയാനും സ്വസ്ഥമായി സ്വതന്ത്രമായി ശ്വസിക്കാനും ഉള്ള അവസരമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ആ ഒരു അവസരം കോൺഗ്രസ് ഗവൺമെൻറ്റിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനിയും മോഡിയും അമിത്ഷായും വന്നാൽ രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റും, രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടാവില്ല. വ്ളാഡിമിർ പുടിൻ്റെ റഷ്യയിലെ ഭരണം പോലെ ആയിരിക്കും ഇവിടുത്തെ ഭരണം. അതുണ്ടാകാതിരിക്കാനാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച്. ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് വിട്ടു, എല്ലാം ചെയ്താലും നമുക്ക് വേണ്ടത് ഒരു പുതിയ ഭരണമാണ്. അത് ദേശീയ തലത്തിൽ ഒരു അനിവാര്യതയായതുകൊണ്ടാണ് ഞങ്ങളതിന് വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ താങ്കളൊരു വളരെ സീസൺഡ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഇങ്ങോട്ടുള്ള ഒരു ഈ യാത്രയിൽ ഇപ്പം പൊതുവെ പണ്ടുണ്ടായിരുന്ന പോലെ വ്യത്യസ്ത ചേരികളിലുള്ള രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ളൊരു സൗഹാർദ്ദം, അടുപ്പം, അതൊന്നും പ്രയോഗിക്കുന്ന വാക്കുകൾ താങ്കളുടെ ഒന്നും വായിന്ന് ഒരിക്കൽ പോലും അങ്ങനെ ആരെ ഹർട്ട് ചെയ്യുന്ന വാക്ക് വരില്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്ന് പൊതു അന്തരീക്ഷം ഒരുപാട് മാറിപ്പോയെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ചുമ്മാ നേതാക്കന്മാരെ മോശക്കാരാക്കുക, അത് എല്ലാ പാർട്ടിക്കാരെയും ചീത്ത പറയുക, ആക്ഷേപിക്കുക, അതിന് വേണ്ടിയിട്ട് അജ്ഞാതമായ പേജുകൾ ഉണ്ടാക്കുക, ഇല്ലാത്ത ആളുകളുടെ പേരുണ്ടാക്കുക, പോരാളി ഷാജി, മറ്റേ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ചീത്ത പറയുക. എന്നിട്ട് തിരിച്ചതുപോലെ നമ്മുടെ ആളുകൾ പറയുക ഒന്നും ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നല്ല. നമ്മുടെ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അതെല്ലാം നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അവസാനം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒരു നടപടിയോടും എനിക്ക് യോജിപ്പില്ല. ഞാനതുകൊണ്ടാണ് പത്മജ വേണുഗോപാലിനെയും പത്മജ വേണുഗോപാലിൻ്റെ അമ്മയെയും രാഹുൽ മാങ്കൂട്ടം വിമർശിച്ച് മോശമായ പദം പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. ഞാൻ പറയാം ശരിയല്ല. അത് താങ്കൾ മാത്രമേ അതിനെ വിമർശിച്ചുള്ളൂ. ഞാൻ രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ശരിയല്ല, അതൊന്നും പറയാൻ പാടില്ല, അതൊന്നും നമുക്ക് ചേർന്നല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്ന്. ഞാൻ അദ്ദേഹത്തെ വാൺ ചെയ്തു തന്നെ പറയുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും ഇല്ല, കോടിയേരിയും ഇല്ല. താങ്കൾക്ക് കോടിയേരിയായിട്ടൊക്കെ നല്ല സൗഹൃദമല്ല? തീർച്ചയായിട്ടും ഒരു വലിയ അഭാവം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും രണ്ടുപേരുടെയും അഭാവം. പിന്നെ കാനുമുണ്ട്. കാനും ശരി. കാനത്ത് 3 പേരുടെ മരണം നമുക്കൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് CPIക്കൊക്കെ ഒരു വലിയ നഷ്ടമായി. വലിയ ലബ്ധപ്രതിഷ്ഠനായ നേതാവായിരുന്നു കാനും. അതെ 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 അതെ. പിണറായിക്കും ഒരു വലിയ റൈറ്റ് ഹാൻഡ് പോലെ പ്രവർത്തിച്ചതാണ്. അത് തന്നെയല്ല, അവരൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നരായ നല്ല നേതാക്കന്മാരാണ്. അവരുടെ ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു നഷ്ടമാണ്. രമേശ് ചെന്നിത്തല ഒരുപാട് മാറിപ്പോയോ? പഴയ രമേശ് ചെന്നിത്തലയാണോ ഇപ്പോഴും, അതോ? അത് നിങ്ങൾ വിലയിരുത്തുക. അത്ര എന്തായാലും ഒരുപാട് സംയമനം പാലിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അല്ലേ? ഇപ്പം അത് നിങ്ങൾ തന്നെ പറയുന്നില്ലേ, ഞാൻ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അതെ. അപ്പോൾ എൻ്റെ വാക്കിൽ നിന്ന് ഒരു ദോഷവും പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യണം. തന്നെയുമല്ല, നമ്മളെയൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ലേ നമ്മളെന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് നമ്മളും മാറി പക്വതയോടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ താങ്കളുടെ കണക്കൂട്ടൽ അനുസരിച്ച് 2020 എത്തട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു രാജേഷ്. ഓക്കെ.